അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 33ാമത് സാഹിത്യോത്സവിന്റെ നിറവിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ സുന്ദര നിമിഷത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിരുമേനി പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്നപ്പോൾ മനുഷ്യരിൽ നിന്ന് ഒരു വിഭാഗം ഒഴികെ മറ്റെല്ലാ ജീവികളും നിർജീവികളും നബി തങ്ങളുടെ നുബുവത്ത് അംഗീകരിച്ചിരുന്നു. അവരുടെ സംസാരങ്ങളും തിരുമേനിക്ക് വശമായിരുന്നു. അവരുടെ ആവലാതികൾ തങ്ങൾ കേൾക്കുകയും അത് പരിഹരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ. കൂട്ടത്തിൽ ഒരു മാൻപേടയുടെ കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ ഈ കഥയുടെ പേര് വിസ്മയം തീർത്ഥകാരുണ്യം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. മക്ക നഗരം വിജനമാണ്. മനസ്സിനെ കുളിരണീക്കുന്ന കാലൊച്ച. ഓരോ മണൽത്തരിയും കൊതിച്ചു പോകുന്നു. ആ ഒരു പാദസ്പർശം എന്നിലായിരുന്നുവെങ്കിലെന്ന്. ആ കാലൊച്ച മറ്റാരുടേതുമല്ല, ലോകാനുഗ്രഹി തിരുനബിയുടേതായിരുന്നു. നടന്നു നീങ്ങുകയാണ് തിരുമേനി. മരുഭൂമിയിലൂടെയാണ് യാത്ര. നടന്ന് നടന്ന് തിരുമേനി അല്പം കാടുകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു ഏങ്ങിക്കരച്ചിലിന്റെ ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോഴതാ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു. തന്റെ അരികിൽ വലയിലകപ്പെട്ടൊരു മാൻപേട. ആ മാൻപേട തങ്ങളെ കണ്ടതോടെ കരച്ചിലിന്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മാൻ നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ച് 3 ദിവസമേ ആയിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടി വന്നതാണ്. തങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയാലും. ഉടനെ തന്നെ നബി തങ്ങൾ മലമേടനോട് പറഞ്ഞു, ഈ മാനിനെ അഴിച്ചു വിടൂ, അതതിന്റെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി തിരിച്ചു വരും. മലമേടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ മാൻ തിരിച്ചു വരുമെന്നോ? എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത്? മലമേടൻ ഒന്നാലോചിച്ചതിന് ശേഷം വീണ്ടും ചോദിച്ചു, ശരി, അതിനെ വിടാം. അതിനു പകരമായി നിങ്ങൾ ജാമ്യം നിൽക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. മലമേടൻ പറഞ്ഞു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഇതിനു പകരമായി നിന്നെ ഞാൻ അറുത്തു കളയും. നബി തങ്ങൾ പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉടനെ തന്നെ മലമേടൻ ആ മാനിനെ അഴിച്ചുവിട്ടു. മാൻ അതിവേഗത്തിൽ ഓടി മറഞ്ഞു. മിനിറ്റുകൾ മണിക്കൂറുകളായി മാറി. മലമേടന്റെ ക്ഷമ ചോർന്നു പോകുന്നു. രക്തങ്ങൾ തിളക്കാൻ തുടങ്ങി. മാൻപേടയെ കാണുന്നില്ല. നബിയാണെങ്കിലോ മലമേടന്റെ മുമ്പിൽ പുഞ്ചിരിയോടെ ഒരേ നിൽപ്പാണ്. മലമേടൻ ആക്രോശിച്ചു. മലമേടന്റെ കഠാര പുന്നാര നബി തങ്ങളുടെ കഴുത്തിലേക്ക് നീളാൻ തുടങ്ങി. ഇത് കണ്ടു നിന്ന വൃക്ഷങ്ങളും മണൽത്തരികളും പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോഴതാ പടലങ്ങൾ പറത്തി അതിവേഗത്തിലാ മാൻ ഓടിയെത്തി. മാൻ പറഞ്ഞു, നബിയെ, എന്നോട് ക്ഷമിക്കണം, ഞാനെത്താൻ അല്പം വൈകിപ്പോയി. ഇത് കണ്ടു നിന്ന മലമേടൻ അമ്പരന്നു പോയി. ഞാൻ എന്തായി കാണുന്നത്? നിങ്ങൾ പ്രവാചകരോ? ഉടനെ തന്നെ മലമേടൻ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ മാനിനെ അഴിച്ചു വിടുകയും ചെയ്തു. നബിയോട് നന്ദി പറഞ്ഞുകൊണ്ട് തൻ്റെ പൊന്നോമന മക്കളുടെ അടുത്തേക്ക്
കേട്ട് ആ മാൻ ഓടി മറഞ്ഞു. എൻ്റെ ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.